ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ അസിതയുടെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ദിലീപ്, എം കെ മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും എം കെ മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും എം കെ മുനീർ എന്ന് പറയുന്ന CH-ന്റെ മകനെയും മുസ്ലിം ലീഗിന്റെ ഈ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. അല്ലാതെ വ്യക്തിപരമായ ദൈന്യതയുടെ പേരിൽ ഒരു പാർട്ടി അദ്ദേഹത്തിന് സഹായം നൽകി, അദ്ദേഹത്തിന് സഹായഹസ്തം നീട്ടി എന്നതിന്റെ പേരിൽ എം കെ മുനീർ ഇപ്പോൾ അതിനോടുള്ള നന്ദി സൂചകമായി അതിന്റെ ഒരു ഉപകാര സ്മരണ എന്ന നിലയിൽ എന്റെ ഭാഗം ഉപകാരസ്മരണ എന്ന നിലയിൽ ആ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തുന്ന രീതിയിൽ അതെന്ത് മര്യാദയാണ്? ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ. ഇങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറയണ്ട. ഗോപിയാണ് പറഞ്ഞത്, ഞാനാണ് പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത്. ആ ദുർവ്യാഖ്യാനത്തിന് ഇടവരുത്തുന്ന രീതിയിൽ പറഞ്ഞു പോകരുത്. ഞാൻ ചെക്ക് ചെയ്താണത്. ഗോപി, എം കെ മുനീറിന്റെ ഒരു നിസ്സഹായത നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് ശാരീരിക അവശതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാര്യം ഒരു നിയമസഭാ അംഗമായിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ചിലപ്പം ലീഗ് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പരിഗണനയായിരിക്കും. അത് അവരുടെ പാർട്ടിയുടെ ഒരു പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.